നമസ്കാരം. ജീവമാതാ കാരുണ്യഭവന്റെ നടത്തിപ്പുകാരിയായ ഉദയഗിരിജിയും അവരുടെ മരുമകളുമായ അനാമികയും പ്രേക്ഷകർക്ക് സുപരിചിതരാണ്. ഉദയഗിരിജിയുടെ മകനായ വിഷ്ണുവിനെയാണ് സ്ഥാപനത്തിലെ അന്തേവാസിയായിരുന്ന അനാമിക വിവാഹം ചെയ്തത്. ഇവർക്കിപ്പോൾ 1 വയസ്സുകാരിയായ മകളുമുണ്ട്. അനാമികയും ഭർത്താവ് വിഷ്ണുവും യൂട്യൂബ് ചാനലിൽ ആക്റ്റീവുമാണ്. ഇപ്പോഴിതാ നിരന്തരമായി കമന്റ് ബോക്സിൽ വരുന്ന ചില ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി പറഞ്ഞ് അനാമിക കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ജോലിക്ക് പോവാതെ ജീവമാതാ കാരുണ്യഭവനിലെ അമ്മമാർക്ക് ലഭിക്കുന്ന പണം കൊണ്ടാണ് ഉദയഗിരിജിയും അനാമികയും എല്ലാം ലാവിഷ് ലൈഫ് നയിക്കുന്നത് എന്നായിരുന്നു നിരന്തരമായി വരുന്ന വിമർശനം. അതിനെ കുറിച്ചുള്ള മറുപടിയാണ് അനാമിക ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്റെ ഇൻസ്റ്റാഗ്രാം വഴിയും സോഷ്യൽ മീഡിയ വഴിയെല്ലാം തുറന്നു പറഞ്ഞത്. അനാമികയുടെ വാക്ക് ഇങ്ങനെയായിരുന്നു: എന്റെ മനസ്സിലുള്ളത് ഞാൻ ഇവിടെ ഇറക്കി വെക്കുകയാണ്. ആർക്ക് എന്തു തോന്നിയാലും കുഴപ്പമില്ല എന്ന തരത്തിലാണ് അനാമിക കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം വീടിട്ടപ്പോൾ ജീവമാത അമ്മമാരെ പട്ടിണി കിട്ടുമെന്നും പറ്റിച്ചുമെല്ലാം ജീവിക്കുമെന്ന തരത്തിൽ കമന്റുകൾ വന്നിരുന്നു. ഞങ്ങൾ പറയുന്നത് ശരിയാണ്. സ്ഥാപനത്തിലെ പൈസ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. 100% നിന്നും 85% ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ബാക്കിയുള്ളത് മാത്രമേ അമ്മമാർക്ക് കൊടുക്കാറുള്ളൂ. എന്റെ ഉണ്ണിയേട്ടനും ജോലിക്ക് പോകുന്നില്ലേ? ആരും ജോലിക്ക് പോകുന്നില്ലേ? സ്ഥാപനത്തിന്റെ പണത്തിന് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എല്ലാം കടമയാണ്. വീട് വെച്ചതും പോലും ലോണിലാണ്. ഒത്തിരി കടങ്ങളുണ്ട്. പലയിൽ നിന്നും പൈസ മറിച്ചിട്ടാണ് കറങ്ങാൻ പോകുന്നതെല്ലാം. ഞങ്ങൾ ആരും ജോലിക്ക് പോകുന്നില്ല. അമ്മമാരുടെ പേരിൽ കിട്ടുന്ന പണം കൊണ്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിലിരുന്ന് വെറുതെ തിന്നുകയാണ്. ഇങ്ങനെയൊരു മറുപടി ആയിരിക്കും നിങ്ങളോട് സ്നേഹമില്ലാത്തവർ പ്രതീക്ഷിച്ചത്. ഞങ്ങൾ ഇത്തരത്തിൽ ജീവിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവർ കൂടിയാണ് അവർ. പാഷാണത്തിൽ കൃമികളായ അത്തരമുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ പറയുന്നത്. അമ്മമാരുടെ പണം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുമെന്ന് ചിലർ കമന്റുകളോട് പറയുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം നിങ്ങളെ സ്നേഹിക്കുന്നവരായ സബ്സ്ക്രൈബേഴ്സ് അറിഞ്ഞിരിക്കുക തന്നെ വേണം. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാനും ഭർത്താവും മകളും ഒരു വീടെടുത്താണ് താമസിക്കുന്നത്. അമ്മയും കുടുംബവും സ്ഥാപനത്തോട് ചേർന്നുള്ള വീടുമാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിലെ ചിലവ് എൻ്റെ ഭർത്താവ് നോക്കുന്നതാണ്. അദ്ദേഹം ജോലിക്ക് പോകുന്നുണ്ട്. 11,000 മുകളിൽ ശമ്പളവുമുണ്ട് ജോലിക്കാണ്. അതുപോലെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഞാൻ ഇടുന്ന പ്രയത്നത്തിനനുസരിച്ച് എനിക്ക് പണവും തരുന്നുണ്ട്. കുഞ്ഞിനെയും വീട്ടിലെ കാര്യങ്ങളെല്ലാം പഠിക്കാനുള്ള കാര്യങ്ങളും എല്ലാം നോക്കിയാണ് ബാക്കി സമയം ഫേസ്ബുക്കിലും യൂട്യൂബിനും വേണ്ടി ഞാൻ ചെലവഴിക്കുന്നതും. അതിൽ നിന്നും കിട്ടുന്നത് കൊണ്ട് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് പറ്റുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതിനാൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകൾ വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? ഞാൻ ഉണ്ണിമോളെ ഗർഭിണിയായിരുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാത്രി എന്നോ പകലൊന്നും ഇല്ലാതെ വെയിൽ കൊണ്ടും മഴ കൊണ്ടും കഷ്ടപ്പെട്ടാണ് എന്നെ നോക്കിയതും. അദ്ദേഹം വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. എനിക്ക് മോളെ ഒറ്റയ്ക്ക് നോക്കാൻ കഴിയുമെന്ന് തോന്നിയപ്പോഴാണ് അദ്ദേഹം ജോലിക്ക് പോകാൻ തുടങ്ങിയത്. എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട്. അത് കണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക തന്നെ വേണം. പിന്നെ ഞങ്ങൾക്ക് കടബാധ്യതകളൊന്നും തന്നെയില്ല. ലോണൊന്നും എടുത്തിട്ടുമില്ല. മകളുടെ ആശുപത്രി ചിലവുണ്ട്. അത് കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിയുന്നുമുണ്ട്. ഭർത്താവ് ജോലിക്ക് പോയി തന്നെയാണ് എന്നെ നോക്കുന്നത്. പിന്നെ ഞങ്ങൾ ലക്ഷങ്ങൾ സ്ഥാപനം വഴി സമ്പാദിക്കുമെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. സ്ഥാപനത്തിലെ പൈസ എടുത്ത് ഞങ്ങൾക്ക് ചുമ്മാ ഉപയോഗിക്കാനാവില്ല. അവിടെ കണക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഗവൺമെന്റിനെ ബോധിപ്പിക്കേണ്ടതാണ് എന്നെല്ലാം തന്നെയാണ് അനാമിക പറഞ്ഞ രംഗത്ത് വന്നത്. സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ അനാമികയ്ക്ക് വലിയ രൂപത്തിലുള്ള സപ്പോർട്ടും ഇതിന് പിന്നാലെ വരികയുണ്ടായി. നിങ്ങൾക്ക് അനാമിക ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷം എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്